Hello guys, welcome back to our channel. This is me with Mallu എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ US സ്കൂളായിരിക്കും കാണിക്കുക. അവിടെയുള്ള ജനങ്ങളെല്ലാവരും ഇവാക്യുവേറ്റ് ചെയ്ത് പോകാനായിട്ട് തയ്യാറായിട്ടിരിക്കുകയാണ്. പക്ഷെ ഇതുവരെ അവരെ അവിടുന്ന് സേഫ് ആയിട്ട് കൂട്ടിക്കൊണ്ട് പോകാൻ ഉള്ള ആളുകൾ എത്തിയിട്ടില്ല. അവരാണെങ്കിൽ ടെൻഷനായി ഇപ്പോൾ പരസ്പരം സംസാരിക്കുകയാണ്. അപ്പോഴായിരിക്കും അവിടെ നടക്കുന്ന ഫൈറ്റ് അത് ലൈവായിട്ട് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന കാര്യം അവർ ശ്രദ്ധിക്കുക. അവരാണെങ്കിൽ ആ ഫൈറ്റ് കണ്ട് ഷോക്കാവും. അവിടെ ഉണ്ടായിരുന്ന എൻഡവറിന്റെ ഫാമിലിക്കാണെങ്കിൽ ഇപ്പൊ ടെൻഷൻ കൂടി കൂടി വരും. പ്രത്യേകമായിട്ട് നമ്മുടെ ഇസക്ക് മിത്തോറിയുടെ ഫൈറ്റ് കാണുമ്പോൾ അവർക്ക് ഭയം 10 മടങ്ങാവുകയാണ്. എല്ലാവരുടെയും പ്രതീക്ഷ അത് ഇസക്കിന്റെ മേലെയാണ്. ഇസക്ക് തന്നെ ഇത്രയും വലിയ ചലഞ്ചിൽ പെട്ടുപോയത് കാണുമ്പോൾ അവർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അവരുടെ പ്രതീക്ഷകൾ നഷ്ടപ്പെടുന്ന പോലെ അവർക്ക് തോന്നും. അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് നമ്മുടെ ഇസക്ക് പയ്യനെ കാണിക്കും. അവനാണെങ്കിൽ ആ ഒരു ഡബോറയുടെ കൈ ആ നിലത്ത് പതിക്കാതിരിക്കാനായിട്ട് അങ്ങനെ കഷ്ടപ്പെട്ട് ബ്ലോക്ക് ചെയ്ത് പിടിച്ചിരിക്കുകയാണ്. അപ്പൊ മറ്റൊരു ഭാഗത്ത് ആ ബ്ലോക്സ് അതെല്ലാം തന്നെ മൂവ് ചെയ്യുന്നുണ്ടെങ്കിലും അത് മൂവ് ചെയ്യാതിരിക്കാനായിട്ട് ഇപ്പൊ അതിന്റെ അകത്ത് നിന്ന് ആരോ ശ്രമിക്കുന്നുണ്ടെന്ന് അവർ മനസ്സിലാക്കും. അത് മറ്റാരുമല്ല, സെപ്റ്റിക്കിന്റെ അസിസ്റ്റൻസ്. ആക്ച്വലി ഇവരെല്ലാവരും ആൽഫാർ വണ്ണിന്റെ ബ്ലാക്ക് ഷിപ്സ് ആണ്. സോ അവരാണെങ്കിൽ ഇപ്പോ ആൽഫാർ വണ്ണിനെ ഇംപ്രസ് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യാനായിട്ട് തുടങ്ങും. ഉറപ്പായാലും ഈ ഒരു രാത്രി ഇരട്ടി വെളുക്കുമ്പോൾ ഈ ലോകം മുഴുവൻ ആൽഫാർ വണ്ണിന്റെ കാൽക്കൽ എത്തണം. അതിനുവേണ്ടി ഞങ്ങളുടെ മാക്സിമം ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞ് അവന്റെ ബ്ലാക്ക് ഷിപ്സ് ആണെങ്കിൽ അവരെ കൊണ്ട് പറ്റും പോലെ പല പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് തുടങ്ങും. 10 നിമിഷം അതിൽ ഒരു വില്ലനെ ഇപ്പോൾ ഒരു സൂപ്പർ ഹീറോ കണ്ടുപിടിക്കും. പക്ഷേ അതിനു മുൻപ് തന്നെ അവനൊരു ഷോർട്ട് സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്ത് ആ ബ്ലോക്ക് തകർത്ത് താഴേക്കിടുകയാണ്. ഒരു വലിയ ബ്ലോക്ക് അത് ജനങ്ങളുടെ ദേഹത്തേക്ക് വിടാനായിട്ട് തുടങ്ങുമ്പോൾ റിസൈൻ ചെയ്തൊരു സൂപ്പർ ഹീറോ ആണെങ്കിൽ അത് വന്ന് ബ്ലോക്ക് ചെയ്യുകയാണ്. ഒരിക്കലും ഞാനതിന് അനുവദിക്കില്ല. സത്യത്തിൽ ഞാൻ റിസൈൻ ചെയ്തതാണ്. പക്ഷേ എൻ്റെ ബോഡി അതെന്നെ ഈ കാര്യങ്ങളെല്ലാം കണ്ടിട്ട് നോക്കിയിരിക്കാനായിട്ട് അനുവദിക്കുന്നില്ല എന്ന് പറയും. ഇവിടെ പോലീസുകാരാണെങ്കിൽ ടെൻസ്ഡ് ആവും. കാരണം ആൽഫർ വൺ ആണെങ്കിൽ ഫ്ലൈ ചെയ്ത് പോവാണ്. ഇനി അവരെ തടയാൻ ബാക്കി ആരാണുള്ളത്? സൂപ്പർ ഹീറോസിനെ കോണ്ടാക്ട് ചെയ്തു. പക്ഷെ അവരെല്ലാവരും പരുക്കുപറ്റി ഓരോ ഭാഗത്ത് ഫൈറ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. ഉടനെ ഒരു സോൾജിയർ ആണെങ്കിൽ ഹീറ്റ് എന്ന് വിളിച്ചു പറയും. അത് കേട്ട് മറ്റൊരു സോൾജിയർ എന്തു പറ്റി, അവരുടെ ജീവന് എന്തെങ്കിലും അപകടം സംഭവിച്ചോ ചോദിക്കും. അതിനാള് പറയില്ല, അദ്ദേഹത്തിന് ഒരു കൈ നഷ്ടപ്പെട്ടുവെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഡോബി എന്ന് പറയുന്ന മറ്റൊരുത്തൻ അവന്റെ ബോഡിയിൽ ഒരുപാട് ഹീറ്റ് അങ്ങനെ സ്റ്റോർ ചെയ്യുകയാണ്. നല്ല രീതിയിൽ കംപ്രസ് ചെയ്താണ് അത്രയും ഹീറ്റ് അവന്റെ ബോഡിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. 10 മിനിറ്റ് അവൻ ഇതുപോലെ കണ്ടിന്യൂ ചെയ്ത് കംപ്രസ് ചെയ്ത് ഹീറ്റ് അവന്റെ ബോഡിയിലേക്ക് ഉൾക്കൊള്ളിക്കുകയാണെങ്കിൽ അവനൊരു മനുഷ്യ ബോംബായി മാറും. അത് പൊട്ടിത്തെറിച്ച് മിനിമം 5 കിലോമീറ്റർ ചുറ്റളവിലുള്ളവർക്ക് അവരുടെ ജീവൻ നഷ്ടപ്പെടും. മാത്രമല്ല 5 കിലോമീറ്ററിനുള്ളിലാണ് ആ US സ്കൂളിലുള്ള ജനങ്ങളെല്ലാവരും രക്ഷപ്പെട്ടു പോകുന്ന ഷിക്കട്സു എന്ന് പറയുന്ന ആ ഒരു റോഡുള്ളത്. സോ പൊട്ടിത്തെറിച്ച ആ ഒരു പാതയും തകർന്ന് ഒരുപാട് ജനങ്ങൾക്കും അവരുടെ ജീവൻ നഷ്ടമാവും. ഇവിടെ ടെക്നിക്കൽ ടീമാണെങ്കിൽ ഈ കാര്യം അറിഞ്ഞ് ഷോക്കാവുകയാണ്. എത്രയും വേഗം എന്തെങ്കിലും ചെയ്യണം. ബ്ലാക്ക് ഷിപ്സ് അത് നമ്മുടെ ഇടയിലുണ്ട്. അവരാണ് ഈ ഇൻഫർമേഷൻസ് എല്ലാം തന്നെ ഇപ്പോൾ ആ വില്ലന്മാർക്ക് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നതിന് മുൻപ് അവരെ ഡൈവേർട്ട് ചെയ്ത് വിടണമെന്ന് ഇപ്പോൾ നമ്മുടെ നേതാവ് പെൺകുട്ടി പറയും. അത് കേട്ട് എല്ലാവരും ഓരോ ബാധയ്ക്ക് പോവും. പക്ഷേ ഷോർട്ട് സർക്യൂട്ട് ക്രിയേറ്റ് ചെയ്ത ആ ഒരു വില്ലന്മാർ അവരാണെങ്കിൽ വീണ്ടും ഓരോരോ ബ്ലോക്കായിട്ട് തകർത്തുകൊണ്ടേയിരിക്കും. നിങ്ങൾക്കാണെങ്കിൽ അവർ പറ്റും പോലെ ഇൻഫർമേഷൻ പാസ് ചെയ്യും. അവരാണെങ്കിൽ സേഫായ സ്ഥലത്തേക്ക് മാറാനായിട്ട് ശ്രമിക്കുകയാണ്. അതേസമയം ഇവിടെ സോൾജിയേഴ്സ് ആണെങ്കിൽ തിരിച്ചറിയും ആ ഒരു ആൽഫാർ വൺ അവൻ ലക്ഷ്യമാക്കി പോകുന്നത് ഡബുറായി ആണെന്ന്. അവരാണ് വില്ലന്മാരിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയ ശക്തികൾ. അവർ രണ്ടുപേരും കൂട്ടിമുട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ആർക്കും അവരെ തോൽപ്പിക്കാനാവില്ല. ഈ ലോകത്ത് തിരിച്ചു പിടിക്കാനും കഴിയില്ല. അവരെ ചെയ്യാനോ പ്രിവെന്റ് ചെയ്യാനോ ഇപ്പോ പവർഫുൾ ആയ ഹീറോസ് ആരും ബാക്കിയില്ല. ഉള്ളവരാണെങ്കിൽ ഒരുപാട് ദൂരത്താണ്. അവർക്കാണെങ്കിൽ വളരെ വേഗത്തിൽ അവരെ ബ്ലോക്ക് ചെയ്യാനായിട്ട് കഴിയില്ല. സോൾജിയേഴ്സിനാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാതെ അവർ പരസ്പരം നോക്കി പകച്ചു നിൽക്കും. അതേസമയം ഇപ്പൊ ഡോഡ്രോക്കെ കാണിക്കും. അവനാണെങ്കിൽ ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. പക്ഷേ ലിഡ അവന്റെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അവനതൊരു വലിയ സപ്പോർട്ടാണ്. ഡോഡ്രോക്കെ ആണെങ്കിൽ വെറുതെ ഇരിക്കാൻ തയ്യാറാവില്ല. എനിക്ക് എത്രയും വേഗം അവനെ തടയണം. സോ എന്നെ അവിടേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ലിഡയുടെ സഹായത്താൽ അവിടേക്ക് പോവുകയാണ്. ലിഡയാണെങ്കിൽ അവനെ തടയാനും തീരുമാനത്തിൽ നിന്ന് അവന് പിന്മാറ്റാനായിട്ടൊക്കെ ശ്രമിക്കും. പക്ഷെ അവനാണെങ്കിൽ അതൊന്നും കേൾക്കില്ല. ഡോഡ്രോക്കെ ആണെങ്കിൽ ഡോബിയെ എത്രയൊക്കെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചിട്ടും അവനെ കൊണ്ട് അത് സാധിച്ചില്ല. എന്റെ ലക്ഷ്യം നീയല്ല, അച്ഛനാണ് എൻഡവർ എന്ന് പറഞ്ഞ് അവൻ കടന്നുപോയി. അവരാണെങ്കിൽ ഡോഡ്രോക്കെ ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്ത് മുൻപോട്ടേക്ക് നടന്നു വരുമ്പോഴായിരിക്കും ഈ പാൽമൈറ്റിന്റെ ഒരു ശബ്ദം കേൾക്കുക. ആളാണെങ്കിൽ ലൈറ്റിലേക്ക് വന്ന് എല്ലാവരോടുമായിട്ട് വിളിച്ചു പറയും, എത്രയും വേഗം നിങ്ങൾ ഹുഗ്ഗ വില്ലേജിലേക്ക് പോകണം. അവിടെ ടോബി അവനാണെങ്കിൽ വലിയൊരു എക്സ്പ്ലോഷർ അത് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവനെ തന്നെ ഒരു ബോംബാക്കി മാറ്റി പൊട്ടിത്തെറിക്കാൻ പോവാണ്. ഇതൊരു വലിയ പൊട്ടിത്തെറിയാണ്. അതിൽ പെട്ടുപോയാൽ എല്ലാവരും മരണപ്പെടും. എന്ത് വില കൊടുത്തോ അത് തടഞ്ഞേ പറ്റൂ. എൻഡവറിനെ കൊണ്ട് ഡോബിയെ തോൽപ്പിക്കാനായിട്ട് ഇനി കഴിയില്ല. അതുകൊണ്ട് ടോഡ്രോക്കി നിനക്കാണ് അതിന് കഴിയുക. ലീഡ നിന്നെ കൊണ്ട് സ്പീഡിൽ ഓടാനായിട്ട് കഴിയും. ടോഡ്രോക്കി നീയും അവിടേക്ക് എത്രയും വേഗം പോകണം. ഇത് കേട്ട് ടോഡ്രോക്കി പറയും, ആ ആൽഫാർ വൺ അവൻ ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, അവനെ തടയണം. അതിന് ആൽമൈറ്റ് പറയും,
അവനെ തടയാനായിട്ട് മറ്റ് സൂപ്പർ ഹീറോസ് ഇവിടേക്ക് എത്തും. നിങ്ങളിപ്പോൾ ആ ടോബിയുടെ കാര്യം നോക്കണം. ഓട്ടോറോക്കിയാണെങ്കിൽ എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഓൾറെഡി ഇവിടുന്ന് ആ ഹുങ്ക വില്ലേജിലേക്ക് ഒരുപാട് ദൂരമുണ്ട്. മാത്രമല്ല ഒരുപാട് നേരം ഫൈറ്റ് ചെയ്ത് ലിഡയുടെ എഞ്ചിൻ എല്ലാം ചൂടാണ്. ആണെങ്കിൽ അത് കേട്ട് ശരിക്കും നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല. ആ മഴയത്ത് നനഞ്ഞ് എൻ്റെ എഞ്ചിൻ അതെല്ലാം തണുത്തിരിക്കുകയാണ്. നമുക്ക് എത്രയും വേഗം അവിടെ എത്താമെന്ന് പറഞ്ഞ് മാസ്ക് അവൻ്റെ മുഖത്ത് അണിയിച്ച് അവരവിടുന്ന് പുറപ്പെടാൻ തയ്യാറെടുക്കും. ലിഡയുടെ സ്പീഡിൽ അവിടെയുള്ള ബിൽഡിംഗ് പോലും തകർന്നു വീഴുകയാണ്. ആ സമയത്താണെങ്കിൽ പോലീസ് ഓഫീസേഴ്സ് ഇപ്പോൾ ആൽമേരിനെ കോണ്ടാക്ട് ചെയ്യും. അൺബിലീവബിൾ. ആകെ ഉണ്ടായിരുന്ന 2 പേരെ കൂടെ നിങ്ങൾ പറഞ്ഞു വിട്ട എങ്ങനെ ആൽമേരിനെ തടയും, എങ്ങനെ ആൽഫാർമണിനെ തടയും? അതിന് ആൽമേറ്റ് പറയും, അവനെ തടയാൻ പോകുന്നത് മറ്റാരുമല്ല, ഞാനാണ്. പഴയ മെമ്മറീസ് അതൊന്നൊന്നായിട്ട് എന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. സോൾജിയർ ആണെങ്കിൽ ദേഷ്യപ്പെടും. നിങ്ങൾ എന്താ പറയണേ? നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ പവറില്ല. അവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ അവർ നിങ്ങളെ നശിപ്പിച്ച് കളയും. പക്ഷേ ആൽമേറ്റ് ആണെങ്കിൽ ടെററായിട്ട് അവൻ കണ്ടുപിടിച്ച പുതിയൊരു ടെക്നോളജി സ്യൂട്ട് അതങ്ങനെ സെറ്റ് ചെയ്ത് ഹായായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കും. ഇവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പോൾ US സ്കൂളിൽ കയറി പറ്റിയ ആ ഒരു ആൽഫാർ വണ്ണിൻ്റെ ബ്ലാക്ക് ഷിപ്സിനെ നമ്മുടെ സൂപ്പർ ഹീറോസ് ആണെങ്കിൽ കറക്റ്റായിട്ട് കണ്ടെത്തി. പക്ഷേ എന്താ, ആ ഇവാക്യുവേഷൻ ബ്ലോക്ക് സിസ്റ്റം അത് കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ബ്ലാക്ക് ഷിപ്സ് നശിപ്പിച്ച് കളഞ്ഞു. സൂപ്പർ ഹീറോസ് വളരെ കഷ്ടപ്പെട്ടാണ് അവരെ കണ്ടുപിടിച്ചത്. അവര് 4-5 പേർ ചേർന്നാണ് എല്ലാ കാര്യങ്ങളും അകത്ത് ചെയ്തുകൊണ്ടിരുന്നത്. റിബൂട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അതിനുള്ളിൽ ഡോബി അവൻ പൊട്ടിത്തെറിക്കും. അതുകൊണ്ട് തന്നെ ബ്ലാസ്റ്റ് സോൺ അത് വിട്ട് ദൂരേക്ക് പോകാനായിട്ട് സോൾജിയേഴ്സ് എല്ലാവരും ഇപ്പോൾ അവിടെയുള്ള ജനങ്ങളോട് പറയും. ജനങ്ങളോട് റൈറ്റ് സൈഡിലേക്ക് നോക്കരുത് എന്ന് സൂപ്പർ ഹീറോസ് പറയും. പക്ഷെ അവരാണെങ്കിൽ റൈറ്റ് സൈഡിലേക്ക് നോക്കും. അവിടെയാണെങ്കിൽ ഡോബിയുടെ ഹീറ്റ് അതങ്ങനെ കൂടി വരുന്നതായിട്ട് അവർ കാണും. മറ്റൊരു ഭാഗത്ത് എൻഡവർ ആൾ തിരിച്ചറിയും. ആ ഒരു സേഫ് സോണിൽ മാത്രമല്ല, നമ്മുടെ സൂപ്പർ ഹീറോസ് ഒരുപാട് പേര് വില്ലന്മാരുമായിട്ട് പോരാടുന്നുണ്ട്. അവരുടെ ജീവനും അപകടത്തിലാണ്. അവരെ എങ്ങനെയെങ്കിലും സേവ് ചെയ്യണം. ഓൾറെഡി ആൽഫാർ വണ്ണുമായിട്ട് ഫൈറ്റ് ചെയ്തതിൽ അദ്ദേഹത്തിന് ഒരു കൈയും കാലും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം ഇപ്പോൾ ഫൈറ്റ് ചെയ്യുന്നതും മുൻപോട്ടേക്ക് മൂവ് ചെയ്യുന്നതും. ഡോഗയെ എങ്ങനെയെങ്കിലും അവിടുന്ന് മാറ്റാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് എൻഡവർ ആണെങ്കിൽ ഡോഗയുടെ അടുത്തേക്ക് വരും. എൻഡവറിന് കാറിൻ്റെ താമസം ടോഗയാണെങ്കിൽ ഇത് കണ്ടോ എൻ്റെ പുതിയ ഫയർ പവർ എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുക്കും. ആ സമയം ചെറുപ്പത്തിൽ ഫയർ പവർ ക്രിയേറ്റ് ചെയ്ത് കാണിച്ചു കൊടുത്ത കാര്യം അതങ്ങനെ എൻഡവറിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. എൻഡവർ ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ ടോഗ എൻഡവറിനെ ആഞ്ഞട്ടിക്കും. അതിനുശേഷം വീണ്ടും ഹീറ്റ് വേവ്സും ഫയറും കൂട്ടിക്കൊണ്ടു. അല്പം പോലും ഫയർ അവൻ്റെ ബോഡിയിൽ താങ്ങാത്ത ടോഗയാണെങ്കിൽ ഇപ്പം അവൻ്റെ ബോഡിയിലെ ഫയർ അത് ഒരുപാട് കൂട്ടുകയാണ്. അത് കാണുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര അത്ഭുതം. എൻഡവർ ആണെങ്കിൽ ഇപ്പം ആ കാര്യം തിരിച്ചറിയും. ടോബിയുടെ കോൺഷ്യസ് പവർ അത് അവന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. മാത്രമല്ല ഇപ്രകാരം ഒരു ഡെഡ് എൻഡിലേക്ക് പോകുന്നവരുടെ ക്വിക്സ് പവർ അത് ആ ഒരു സ്പോട്ടിൽ തന്നെ അപ്ഗ്രേഡ് ആവും. എൻഡവർ ആണെങ്കിൽ ആ ഒരു നിമിഷത്തിൽ പഴയ കാര്യങ്ങളെല്ലാം ആലോചിക്കും. ഒരുപാട് തെറ്റുകൾ തൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിൽ തനിക്ക് വന്നിട്ടുണ്ട്. എസ്പെഷ്യലി ഏറ്റവും കൂടുതൽ തെറ്റുകൾ ചെയ്തത് തൻ്റെ ഫാമിലിയോടാണ്. ടോഗ ഒരുപാട് തവണ അദ്ദേഹത്തിൻ്റെ അറ്റൻഷന് വേണ്ടി ട്രൈ ചെയ്തു. പക്ഷെ എൻഡവർ ആണെങ്കിൽ അതൊന്നും മൈൻഡ് ചെയ്തില്ലെന്ന് മാത്രമല്ല, നെഗറ്റീവായിട്ടുള്ള രീതിയിലാണ് അവനെ അപ്രോച്ച് ചെയ്തത്. അതുകൊണ്ട് കൂടിയാണ് അവൻ ഇപ്രകാരമായി മാറിയെന്നുള്ള സത്യം ആൾ തിരിച്ചറിയും. എൻഡവറില്ലാതെ ആളുടെ ഫാമിലി ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഒരു ഡ്രീം അതെപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരാറുണ്ട്. സോ ആ കാര്യം മനസ്സിലോർത്ത് ഇപ്പൊ ടോഗയോട് എൻഡവർ പറയും, നമുക്ക് 2 പേർക്കും പോകാനുള്ള സമയം എന്ന് പറഞ്ഞ് അവനെ ഉയർത്തിയെടുത്ത് ഒരുപാട് മുകളിലേക്ക് കൊണ്ടുപോവുകയാണ്. പൊട്ടിത്തെറി ഉണ്ടായാലും അവിടെയുള്ള ജനങ്ങളെ ആൾക്കാരെ അത് അഫക്റ്റ് ചെയ്യാതിരിക്കാനായിട്ട്. അങ്ങനെ ഒത്തിരി മുകളിലേക്ക് എത്തുമ്പോഴായിരിക്കും പെട്ടെന്ന് ഒരു തണുത്ത കാറ്റ് വീശി അടിക്കുക. അത് മറ്റാരുമല്ല, എൻഡവറിന്റെ വൈഫ് ടോഗയുടെ അമ്മ. ആക്ച്വലി ആ ഒരു US സ്കൂളിൽ അവരും ഉണ്ടായിരുന്നു. ടോഗയാണ് ഇപ്രകാരം ആക്രമിക്കുന്നതെന്ന് മനസ്സിലാക്കിയ അവരാണെങ്കിൽ ഇപ്പോൾ അവിടേക്ക് വന്ന് അവനെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവരാണെങ്കിൽ അത്രയും കോൾഡ് വേവ്സ് ക്രിയേറ്റ് ചെയ്തിട്ടും അവരുടെ ബോഡിയും ഇപ്പോൾ ടോഗയുടെ ആ ഒരു ഫയർ പവറിൽ എരിയാനായിട്ട് തുടങ്ങും. എൻഡവർ ആണെങ്കിൽ അവരോട് റിക്വസ്റ്റ് ചെയ്യും, ഇവിടെ നിൽക്കരുത്, നിങ്ങൾ പോകണം. അപ്പോഴായിരിക്കും മറ്റൊരു ടെസ്റ്റ് അവളുടെ തൊട്ടടുത്തായി അവരുടെ മകളും മകനും എത്തിയിരിക്കുകയാണ്. അവരും അവരുടെ ആ ഒരു കോൾഡ് പവർ ഉപയോഗിക്കും. എൻഡവറിനാണെങ്കിൽ ടെൻഷൻ കൂടും. അദ്ദേഹം അവരോട് റിക്വസ്റ്റ് ചെയ്യും, ദയവ് ചെയ്ത് നിങ്ങൾ ഇവിടെ നിൽക്കരുത്, ഇവൻ ബ്ലാസ്റ്റ് ചെയ്യാൻ പോവാണ്, നിങ്ങൾ തകർന്നു പോകും, ഇവിടുന്ന് പോകണം. പക്ഷെ അവര് അവിടുന്ന് പോകില്ല. ടോഗയ്ക്കാണെങ്കിൽ അത് കാണുമ്പോൾ സന്തോഷം കൂടി വരും. കാരണം ചെറുപ്പത്തിൽ ആരുടെ അറ്റൻഷൻ അവന് കിട്ടിയിരുന്നില്ല. ഇപ്പൊ ഹോൾ ഫാമിലിയുടെ അറ്റൻഷനാണ് അവന് കിട്ടിയത്. സോ കുറെ കൂടെ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഒരു ഹീറ്റ് താങ്ങാൻ കഴിയാതെ അവന്റെ ബോഡി കുറേശ്ശെ തകരുകയാണ്. ഇവിടെ പോലീസുകാരാണെങ്കിൽ ഷോക്കാവും. ഹീറ്റ് വീണ്ടും കൂടുകയാണ്. ആർക്കും രക്ഷപ്പെടാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എത്രയും വേഗം ജനങ്ങളോട് സേഫ് ആയിട്ടുള്ള ദൂരേക്ക് സ്ഥലങ്ങളിലേക്ക് മാറാനായിട്ട് പോലീസുകാരാണെങ്കിൽ ഇൻഫർമേഷൻ പാസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇപ്പോഴും പോലീസും മീഡിയാസും എല്ലാം തന്നെ നടക്കുന്ന കാര്യങ്ങൾ ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്തായിരിക്കും ലിഡയും
അതുപോലെ തന്നെ ടോഡറോക്കയും അവർ രണ്ടുപേരും അവിടേക്ക് നല്ല സ്പീഡിൽ പറന്നു വരിക. ടോഡറോക്കെ ആണെങ്കിൽ അവൻ്റെ ഐസ് പവർ ഒരു ഗാർഡ് പോലെ അവർക്ക് ചുറ്റും ക്രിയേറ്റ് ചെയ്യും. ഇടയാണെങ്കിൽ ഓൾമോസ്റ്റ് ടോബിയുടെ അടുത്തെത്തി കഴിഞ്ഞു. പക്ഷെ അവൻ്റെ ക്ലോസ് അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവൻ്റെ എഞ്ചിൻ അത് തകർന്നു പോകും. പിന്നെ ലിഡയെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ലിഡയാണെങ്കിൽ ടോഡറോക്കയോട് പറയും, എൻ്റെ മാക്സിമം ഞാൻ ചെയ്തു കഴിഞ്ഞു, ഇനി നീയാണ് ടോഡറോക്കി ഒക്കെയുള്ള കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യേണ്ടത്. അത് ടോഡറോക്കി ആണെങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ഇപ്പൊ ലിഡയെ വിട്ട് മുൻപോട്ടേക്ക് എടുത്തു ചാടും. ടോഡറോക്കി ആണെങ്കിൽ ലിഡയോട് താങ്ക്സ് പറഞ്ഞ് ഇപ്പൊ ഒരു സെക്കൻഡ് അവൻ്റെ അമ്മയ്ക്ക് പണ്ട് എഴുതിയ ലെറ്റേഴ്സിനെ കുറിച്ച് ആലോചിക്കുകയാണ്. ഞാൻ സ്കൂളിലേക്ക് വന്ന് ഫ്രണ്ട്സുകളോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. പക്ഷേ എന്നൊരു ഇന്ററാക്ഷൻ അതെനിക്ക് പോസിബിൾ ആണോ അല്ലയോ എന്നറിയില്ല. എങ്കിലും കുഴപ്പമില്ല, ഞാൻ സമയമെടുത്ത് അവരോട് ഇന്ററാക്ട് ചെയ്യും. ഓരോ സിറ്റുവേഷൻ വരുമ്പോഴായിരിക്കും അവരെന്താണെന്നും ഏതാണെന്നും ഞാൻ മനസ്സിലാക്കുക. നമ്മുടെ ടോഡറോക്കെ ആണെങ്കിൽ അവന്റെ ഫാമിലിയും ഫ്രണ്ട്സിനെയും ഒക്കെ ആലോചിച്ച് ഐസ് അങ്ങനെ കൂട്ടി കൊണ്ടുവന്ന് അവന്റെ അടുത്തേക്ക് എത്തേണ്ട താമസം ടോഗയാണെങ്കിൽ പൊട്ടിത്തെറിക്കുകയാണ്. പക്ഷെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ഫയർ പവർ എല്ലാം ഐസായി മാറി നാനാ ഭാഗത്തേക്ക് ഐസ് ബ്ലോക്സ് അങ്ങനെ തെറിച്ചു പോകും. എല്ലാവരും ഷോക്കായിട്ട് ഇപ്പൊ ടോഡറോക്കിയ ടീമിനെ നോക്കും. ആർക്കും ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ടോഗയാണെങ്കിൽ മരിച്ചിട്ടില്ല. ടോഡറോക്കിയാണെങ്കിൽ എല്ലാവരോടും താങ്ക്സ് പറയും. നമ്മുടെ ഫാമിലി ഒരുമിച്ച് നിന്നുകൊണ്ടാണ് ടോഗയെ തോൽപ്പിക്കാനായത്. ടോഗയാണെങ്കിൽ ഫ്രീസ് ആയിട്ട് മരണത്തോട് മല്ലടിക്കുന്ന കണ്ട എൻഡവർ ആണെങ്കിൽ കൈ നീട്ടി അവന്റെ കയ്യിൽ പിടിക്കും. ഐ എം സോറി, അന്ന് നീ വിളിച്ചപ്പോൾ എനിക്ക് നിന്റെ അടുത്തേക്ക് വരാൻ കഴിഞ്ഞില്ല. ഞാൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്, ഞാൻ മനസ്സിലാക്കുന്നത്. ടോഗയാണെങ്കിൽ അത് കേട്ട് കരയും. എൻഡവറും അത് കേട്ട് കരഞ്ഞ് എല്ലാവരോടും മാപ്പ് പറയുന്നതോട് കൂടെ എൻഡവർ ഫാമിലിയിലെ പ്രശ്നം സോൾവ് ആവുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.